എല്ലാവർക്കും KMTVയുടെ വെസ്റ്റേൺ വയലിൻ ലെസൺ പാർട്ട് 46ലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന എക്സസൈസ് CH ഹോൺമാൻ്റെ പ്രാക്ടിക്കൽ വയലിൻ ലെസൺ ബുക്ക് 1 അതിലെ 49th എക്സസൈസ് 50 എക്സസൈസ് നമ്പർ 50 എന്നിവയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ എക്സസൈസ് എങ്ങനെയാണ് വായിക്കേണ്ടത് അപ്പോൾ ഈ 49th എക്സസൈസിൽ പുസ്സി അറ്റ് പ്ലേ എന്നുള്ള എക്സസൈസ് അത് 4/4 ടൈമിംഗ് ആണ്. ജി മേജറാണ് അതിൻ്റെ സ്കെയില്. ആദ്യത്തെ ലൈനിലെ ഫസ്റ്റ് ബാർ 4 ബീറ്റ് റെസ്റ്റാണ്. എന്നാൽ സെക്കൻഡ് ലൈനിൽ ആദ്യത്തെ ബാറിൽ നോട്ട്സ് ഉണ്ട്. സെക്കൻഡ് വയലിൻ വായിക്കുന്ന ആൾ അത് വായിച്ചോളൂ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ്, തേർഡ്, ഫിഫ്ത്ത് ഈ 3 ലൈൻ വായിക്കുന്നത് ഒരു വയലിനിസ്റ്റ് ആണെങ്കിൽ സെക്കൻഡ്, ഫോർത്ത്, സിക്സ്ത്ത് മറ്റൊരു വയലിനിസ്റ്റ് ആയിരിക്കും വായിക്കുന്നത്. ഇവിടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതായതുകൊണ്ട് രണ്ടും സെപ്പറേറ്റ് വായിച്ച് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കോമൺ ടൈമാണ്, 4/4 ടൈമാണ്, ജി മേജറാണ് സ്കെയില്. അതെല്ലാം ഞാൻ പറഞ്ഞു. ഒന്നാമത്തെ ലൈനിൻ്റെ എൻഡിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ആ ലൈൻ ഒരു തവണ കൂടി നമുക്ക് വായിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് ലൈനും 2 തവണ വായിക്കണം, സെക്കൻഡ് വയലിൻ വായിക്കുന്ന ആളുണ്ടെങ്കിൽ. അതിനുശേഷം തേർഡ്, ഫോർത്ത് ഇത് ഒരു തവണ കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം ഫിഫ്ത്ത്, സിക്സ്ത്തിലേക്ക് പോവുക, ഫിഫ്ത്ത് ആൻഡ് സിക്സ്ത്ത് ലൈനിലേക്ക് പോവുക. അത് 2 തവണ വായിക്കണം. അതായത് തേർഡ് ലൈൻ ഫുൾ വായിച്ചതിന് ശേഷം ഫിഫ്ത്ത് ലൈനിലേക്ക് ഒന്നാമത്തെ വയലിനിസ്റ്റ് പോവുക. അതിൻ്റെ എൻഡ് വന്നതിന് ശേഷം വീണ്ടും ഒരു തവണയോടെ തേർഡും ഫിഫ്ത്തും വായിക്കണം. ഇതേമാതിരി തന്നെ സെക്കൻഡ് വയലിനിസ്റ്റ് ഫോർത്ത് ലൈൻ ഒരു തവണ വായിക്കണം, സിക്സ്ത് ലൈൻ ഒരു തവണ വായിച്ച് എൻഡ് ചെയ്യുക. അതിനുശേഷം ഫോർത്ത് ലൈൻ എഗെയിൻ വായിച്ച് സിക്സ്ത്തിൽ എൻഡ് ചെയ്യുക. അതാണ് അതിനർത്ഥം. ബിഗിനിങ്ങിൽ 2 ഡോട്ടുണ്ട്. അതിനുശേഷം ആ ലൈനിലെങ്ങും ഡോട്ടില്ല. അത് വന്നിട്ട് ഫിഫ്ത്ത് ആൻഡ് സിക്സ്ത്തിലാണ് അഗെയിൻ ആ ഡോട്ടുള്ളത്. അത് മീൻസ് ഏതൊക്കെ നോട്ടുകൾ ആ ഡോട്ടിനുള്ളിൽ വരുന്നോ അത് 2 തവണ റിപ്പീറ്റ് ചെയ്യണമെന്നാണ്. അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് ലൈൻ ഒന്ന് നോക്കാം. ഈ എക്സസൈസിൽ വയലിലേക്ക് ശ്രദ്ധിക്കുക. അപ്പം മോഡറേറ്റ് നേച്ചർ ആദ്യത്തെ 4 ബീറ്റ് റെസ്റ്റ് കഴിഞ്ഞ് ജിയിലാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇനി റെസ്റ്റ് ഉള്ളത് ഞാൻ എണ്ണത്തില്ല. അതിൻ്റെ അർത്ഥം നിങ്ങൾക്കത് അറിയാം എന്നുള്ളത് എനിക്കറിയാം. നിങ്ങളത് നോക്കിക്കോണം റെസ്റ്റ് എവിടെയൊക്കെ വരുന്നുണ്ടോ. 1 2 3 4 4
അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലൈൻ, തേർഡ് ലൈൻ, ഫിഫ്ത്ത് ലൈൻ ഇത് ഫുള്ള് വായിച്ചു. ഇനി സെക്കൻഡ്, ഫോർത്ത്, സിക്സ്ത് അതിനകത്ത് നിങ്ങൾ കണ്ടു കാണും ചില സ്ഥലങ്ങളിൽ D4 എന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം C വെച്ചിട്ട് അടുത്ത വരൽ വെക്കണം, D. ഈ D ആണ് വായിക്കേണ്ടതാണ്. വൈദ്യമായി നിങ്ങൾ മറന്നു പോവുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആ D ഓപ്പൺ തന്നെ അങ്ങ് വായിച്ചാലും കുഴപ്പമില്ല. പക്ഷേ നമ്മളെപ്പോഴും ബുക്കിൽ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന നൊട്ടേഷൻ ഷീറ്റിൽ എഴുതിയിരിക്കുന്നത് വായിക്കാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് അത് തന്നെ വായിക്കണം, അതാണ് നിയമം. ഇവിടെ ഞാൻ റിപ്പീറ്റേഷൻ നോട്ട് വായിക്കുന്നില്ല, വീഡിയോ ലെന്തിയാകും. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങൾ ഓർത്ത് വെച്ചോണം മനസ്സിൽ, അത് വായിക്കുക. അപ്പോൾ നമുക്ക് സെക്കൻഡ്, ഫോർത്ത്, സിക്സ്ത് ലൈൻ എന്നിലേക്ക് കടക്കാം. തുടർന്ന് നിങ്ങൾ ഫോർത്ത് ലൈനിലേക്ക് പോവുക. എഗൈൻ സിക്സ്ത് ലൈനിൽ വന്ന് നിർത്തണം. അതായത് ഫോർത്തും സിക്സ്തും 2 തവണ വായിക്കണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചെയ്യുക. ഇനി നമുക്ക് അടുത്ത എക്സസൈസിലേക്ക് പോകാം. അപ്പോൾ അടുത്ത എക്സസൈസ് 50 ആണ്, അറ്റ് പ്ലേ. ഇതിൻ്റെ സ്കെയിൽ വരുന്നത് G മേജർ സ്കെയിലാണ്. 4/4 ടൈമിംഗ് ആണ്. മോഡറേറ്റ്ലി സ്പീഡിലാണ് ഇത് വായിക്കേണ്ടത്. പിന്നെ ഫസ്റ്റ് ലൈനിൻ്റെ ഫസ്റ്റ് ബീറ്റ് റെസ്റ്റാണ്. സെക്കൻഡ് ബീറ്റ് മുതലാണ് ഈ മ്യൂസിക് തുടങ്ങുന്നത്. ഒന്നാമത്തെ വയലിനിസ്റ്റ് ഫസ്റ്റ് ലൈൻ, തേർഡ് ലൈൻ വായിക്കും. സെക്കൻഡ് വയലിനിസ്റ്റ് സെയിം ടൈമിൽ സെക്കൻഡ് ലൈനും ഫോർത്ത് ലൈനും വായിക്കും. അങ്ങനെ വായിക്കുന്ന ഈ സ്റ്റെഫുകൾക്കൊരു പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഗ്രാൻഡ് സ്റ്റെഫ് എന്നാണ് പറയുന്നത്. അപ്പം ആ രീതിക്ക് നിങ്ങൾ വായിക്കണം. ഫസ്റ്റ് ബീറ്റ് എന്ന് പറയുന്നത് ഒന്നാമത്തെ ലൈനിൻ്റെ ഫസ്റ്റ് ബീറ്റ് 1 2, ആ 2വിനാണ് രണ്ടാമത്തെ ബീറ്റ് വായിക്കേണ്ടത്. ഒരു ലൈൻ, ഓരോ ലൈനും 2 പ്രാവശ്യം വായിക്കുകയും വേണം. ഒന്നാമത്തെ ലൈൻ തീർന്നു, അത് കഴിഞ്ഞ് അതിൻ്റെ ആദ്യ ഭാഗത്തു നിന്ന് അവസാനം വരെ വായിച്ചിട്ട് സെക്കൻഡ് ലൈനിൽ കയറണം. സെക്കൻഡ് ലൈനിൽ തീർത്തിട്ട് വീണ്ടും സെക്കൻഡ് ലൈൻ ഒരു തവണ കൂടെ വായിച്ച് നിർത്തണം. ഇൻ ദ സിമിലർ മാനർ സെക്കൻഡ് ലൈനും ഫോർത്ത് ലൈനും വായിക്കണം. അപ്പോൾ ആ എക്സസൈസിലേക്ക് നമുക്കൊന്ന് പോകാം. അപ്പോൾ നമുക്ക് എക്സസൈസ് നമ്പർ 50 അറ്റ് പ്ലേ. അതൊരു മോഡറേറ്റ് നേച്ചറിലാണ് വായിക്കേണ്ടത്. G മേജർ സ്കെയില്, കോമൺ ടൈം എന്ന് പറഞ്ഞാൽ എല്ലാ ബാറിലും 4 ബീറ്റ് വീതം എന്നാണ് അർത്ഥം. അപ്പം അതിൻ്റെ 1ഉം 3ഉം ലൈൻ നമുക്ക് ഒരു തവണ വായിക്കാം.
ആക്ച്വലി ഇത് 2 തവണ വേണം വായിക്കാൻ. 1, 3 ലൈൻ. ഒന്നാമത്തെ ലൈൻ വായിച്ചു, വീണ്ടും അതിൻ്റെ ആദ്യത്തിലേക്ക് പോയി എൻഡി വന്നിട്ട് വേണം മൂന്നാമത്തെ ലൈനും 2 തവണ വായിക്കണം. അപ്പം നമുക്ക് മൂന്നാമത്തെ ലൈനിലേക്ക് ഒന്ന് പോകാം. ഇവിടെ ഞാൻ 1 തവണ വീതമേ ഇത് വായിക്കുന്നുള്ളൂ. അപ്പോൾ റെസ്റ്റിൽ നിന്നുമാണ് തുടങ്ങുന്ന ആദ്യത്തെ ബിറ്റ്. ഫസ്റ്റ് ലൈൻ തീർന്നു. ഇനി നമുക്ക് തേർഡ് ലൈൻ വായിക്കാം. ഇങ്ങനെ വായിക്കുക. ഞാൻ മുമ്പ് പറഞ്ഞ ആ ഒരു നിയമാവലി ഇവിടെ പാലിക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് ലൈൻ ആൻഡ് ഫോർത്ത് ലൈൻ വായിക്കാം. അതും ഈ 2 തവണയാണ് വായിക്കേണ്ടത്. അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ എക്സസൈസ് 50യുടെ സെക്കൻഡ് ലൈൻ. ഇനി ഇതിൻ്റെ ഫോർത്ത് ലൈൻ. ഇത്രയും വായിക്കുക ഈ 2 പ്രാവശ്യം. അപ്പോൾ എക്സസൈസ് നോക്കിയിട്ട് ഞാൻ ആദ്യം തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലെസണിൻ്റെ, അത് നോക്കുക, അതിനുശേഷം വായിക്കുക. അപ്പോൾ ഈ എപ്പിസോഡ് ഇത്ര മാത്രം. വീണ്ടും അടുത്ത ഒരു എപ്പിസോഡുമായി കാണുന്നിടം വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.